ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോവുകയാണ് ഫുർഫുറി നഗറിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാണ് ഫുർഫുറി നഗറിലേക്ക് പോകുന്നത് അറിയാമോ? നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ മോട്ടു ഉണ്ട്, പത്തിലു ഉണ്ട്, ജഡ്കാമാമനുണ്ട്, സീതാറാമുണ്ട്, ചിങ്ങം സാറുണ്ട്, പിന്നെ ഷിൻജാനും ബിഞ്ചാനും ചോപ്പുണ്ട്. ഈ ഷിൻജാനും ബിഞ്ചാനും ചോപ്പും ഇവർ മൂന്നാളില്ലെങ്കിൽ ഹൈഡ് ആൻഡ് സീക്കിന് ഒരു രസമില്ല. ഇവരാണ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ മോട്ടോ എന്തൊക്കെ പോവല്ലേ? ആ ഫ്രാങ്ക്ലിൻ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് പോവാൻ ഏത് വണ്ടിയാണുള്ളത്? ഈ ബാക്കിൽ കാണുന്ന വണ്ടിയാണോ? ഈ ബാക്കിൽ കാണുന്ന വണ്ടി തന്നെയാണ്. ഇത് നല്ല വലിയ വണ്ടിയാണ്, കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സീറ്റ് ഉണ്ട്. നമ്മൾ ഇത്ര 9 ആളല്ലേ, 9 ആൾക്കാർക്ക് ഈ വണ്ടിയിലൊക്കെ പോവാൻ സിമ്പിളേ കാരം. അപ്പോൾ ചിങ്ങം സാറേ, ഞാൻ മുടിയൊക്കെ പറഞ്ഞത് സെറ്റപ്പായി വന്നിക്കാണല്ലോ. നമ്മൾ ഇനി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവല്ലേ, ഒരു സെറ്റപ്പ് ആണ്ടേ. ഇന്നെന്താ നോക്കിയേക്കണേ? എല്ലാവരും വാ, കയറ്. ഫ്രാങ്ക്ലിന് ഞങ്ങളെല്ലാവരും കയറാം. അവിടെ ഷിൻജാനെ ആ ഡോറൊന്ന് തുറന്നു കൊടുത്താ, ഇവരെല്ലാവരും കയറട്ടെ. നിങ്ങളൊന്നും ഇല്ലേ? വേഗം വാ. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ചിങ്ങം സാറുണ്ടായതുകൊണ്ട് നമുക്കൊരു ധൈര്യം. നമ്മളിപ്പം പോലീസുകാരനല്ലേ ഉള്ളത്, അതുകൊണ്ട് ആരെങ്കിലും നമ്മൾ കിഡ്നാപ്പ് എന്തെങ്കിലും ചെയ്താൽ പോലീസുകാരനുണ്ടായതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്താ ചിങ്ങം സാറേ, ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് ഫുർഫുറി നഗറിലേക്ക്? ഇവിടുന്ന് 2 മണിക്കൂറുണ്ട്. അപ്പോൾ 2 മണിക്കൂറുണ്ടല്ലേ ഇവിടുന്ന് ഫുർഫുറി നഗറിലേക്ക്? ഫുർഫുറി നഗറിൽ മറ്റേ ജോൺ ദ ഡോണില്ലേ, അവന് ഇപ്പോഴും നല്ല ശല്യം ചെയ്യലുണ്ടോ ഫുർഫുറി നഗരത്തെ ആൾക്കാരെ? ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവനിപ്പോൾ ജയിലിലാണ്. അവനെ ഞാൻ ജയിലിൽ കൊണ്ടുപോയിട്ട് അടച്ചു. അവന് ഇപ്പോൾ ഈ അടുത്ത് ഒരു ബാങ്കില്ലേ, ആ ബാങ്കിൻ്റെ പേരെന്തായിരുന്നു? എന്താന്നാ ഒരു ബാങ്ക് ഉണ്ട്, ആ ബാങ്ക് പോയി ഇങ്ങോട്ട് കൊള്ളടിച്ചിക്കണ്. അപ്പം ഞാൻ ഓനെടുത്ത് ജയിലിൽ കൊണ്ടുപോയി പൂട്ടിട്ടു. 2 മാസം ഓൻ ജയിലിൽ കിടക്കേണ്ടി വരും. 2 മാസം കിടക്കേണ്ടി വരുമല്ലോ അല്ലേ? ഇന്ന് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. 2 hours later. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഫുർഫുറി നഗറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുർഫുറി നഗർ എന്ത് മനോഹരമാണ് കാണാൻ. ആദ്യം തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ 2 ആംബുലൻസ് ഉണ്ട്, പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ കുറേ ബസ്സും ഉണ്ട്, കുറേ ഡ്രൈവർമാരും ഉണ്ട്. ഫ്രാങ്ക്ലിൻ ആ ഡ്രൈവർമാരല്ല, ടൂറിസ്റ്റുകളാണ്. ഇവിടേക്ക് കുറേ ടൂറിസ്റ്റുകൾ വരലുണ്ട്. അപ്പോൾ ഇനി ഇതാണ് മോട്ട് പറഞ്ഞ മറ്റേ ചായക്കടക്കാരൻ്റെ കട. അയാളൊന്നും തുറന്നിട്ടില്ലേ? 5 മണി ആയിട്ടുള്ളല്ലോ. 7 മണിക്ക് പോയാൽ നല്ല ചൂടുള്ള സമൂസ കിട്ടും. അല്ല മോട്ടോ, എനിക്ക് ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ സഹായിക്കും. അപ്പോൾ ഇതാണ് ചിങ്ങം സാറിൻ്റെ പോലീസ് സ്റ്റേഷൻ. ഇതാണിപ്പോൾ ചിങ്ങം സാറിൻ്റെ പോലീസ് സ്റ്റേഷൻ. ഇവിടെ കുറേ ഒരു ഹാർലിൻ്റെ ബൈക്കും ഉണ്ട്, കുറേ ടാങ്കും ഉണ്ട്, പോലീസ് കാറുണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാ വാ, നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? അപ്പോൾ ആരെണ്ണ? ഷിൻജാനെ നീ എണ്ണോ? ഞാൻ എണ്ണുള്ളൂ. അണ്ണൻ തന്നെ എണ്ണിക്കോ. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എണ്ണെങ്കിൽ ഞാൻ തന്നെ എണ്ണാം. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ കണ്ടുപിടിക്കുക നമ്മളെ ഷിൻജാനെ കാരം. ഷിൻജാനെ എന്നെന്തായാലും ആദ്യം കണ്ടുപിടിക്കൂല, രണ്ടാമതൊക്കെ കണ്ടുപിടിക്കാൻ സാധ്യത ഉണ്ട്. ഇത് ഈസി അല്ലേ? ഇതുപോലെ ആരെ കണ്ടുപിടിക്കാമെന്നൊന്നും പറയാൻ പറ്റൂല. നല്ല സുഖകാരം. എനിക്ക് ഇതൊക്കെ 2 മിനിറ്റ് നിങ്ങളെല്ലാവരും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ എണ്ണാൻ പോവാണ്. അപ്പോൾ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 199 200
അപ്പോൾ നമ്മൾ 200 വരെ എണ്ണിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ഈ വീട്ടിലേക്ക് കയറാം. അല്ല, വീട്ടിലേക്ക് കയറണ്ട, അവിടേക്ക് നമുക്ക് പിന്നെ പോകാം. ഇപ്പം നമുക്ക് അവിടെ ഗേറ്റ് അടച്ചിരിക്കുക. അല്ല, അവിടേക്ക് കയറണ്ട. ആദ്യം നമുക്ക് ഇവിടെ ഒരു സ്കൂളുണ്ട്, നമുക്കത് ഈ സ്കൂളിലേക്ക് തന്നെ കയറാം. നമ്മളെ ഈ ചിങ്ങം സാറില്ലേ, അവൻ്റെ അനിയൻ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ മോട്ടുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇത് നല്ല വലിയ സ്കൂളാണ്. ഇവിടെ 1 മുതൽ ഡിഗ്രി വരെ ഉണ്ട്. അതൊന്നുമില്ല ആവട്ടെ. ഇവിടെ നമ്മൾ ചിങ്ങം സാറിൻ്റെ, അപ്പോൾ അടുത്ത കളിയിൽ ചിങ്ങം സാറേ കരണ്ടാൻ നമ്മൾ ചിങ്ങം സാറിനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ ചിങ്ങം സാറേ നിങ്ങൾ കണ്ടുപിടിച്ചു, ഞാൻ ഇനി വേറെ ആളെ കണ്ടുപിടിക്കാൻ പോട്ടെ. എന്ത് സുഖമായാണ് ഞാൻ ചിങ്ങം സാറിനെ കണ്ടുപിടിച്ചത്. ഇനി ആരെയും കണ്ടുപിടിക്കുക, നമുക്ക് വേഗം കണ്ടുപിടിക്കണം. അവിടെ ആരുണ്ടല്ലോ, അത് പിഞ്ചാനാണ്, അല്ല ഷിൻജാനാണ്. നമ്മൾ ഷിൻജാനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിൻജാനെ നിന്നെയും കണ്ടുപിടിച്ചു. അന്ന് ഞാൻ എത്രാമത്തെ കണ്ടുപിടിച്ചു? ഞാൻ ലാസ്റ്റല്ല, 2ാമത്. അത് സാരില്ല, അടുത്ത കളി ഞാൻ തന്നെ ജയിക്കോളാണ. എനിക്കൊന്ന് കാണണം. ഈ ബസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ബസ്സിൻ്റെ ഉള്ളിൽ ആരുമില്ല. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്. ഓലിൽ നമ്മളെ ആൾക്കാരുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊന്ന് ചെന്ന് നോക്കാം. അവിടെ ആരോ ഉണ്ടല്ലോ, മൂട്ടുക അല്ല ജഡ്ക മാമനാണ്. അപ്പോൾ നമ്മൾ ജഡ്ക മാമനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സുഖമായി ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ ഇടുക്കിൽ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ? ഇടുക്കിൽ ആരും ഒളിച്ചിരിക്കുന്നില്ല. അപ്പം അവിടെ ചായക്കടക്കാരൻ്റെ വീടുണ്ട്, അവിടെ ആരുമില്ലേ? ഇവിടെ നമ്മൾ ഷിൻജാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷിൻജാനെ കണ്ടുപിടിച്ചു, 2ാമത് ഇപ്പോൾ പിഞ്ചാനെയും കണ്ടുപിടിച്ചു. ഇവിടെ ചോപ്പ് കൂടി, അപ്പോൾ നമ്മൾ ചോപ്പിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു വീടുണ്ട്, ഇത് മോട്ടുവിൻ്റെ വീടാണ്. ഇവിടെ മൂട്ടു ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചെന്ന് കയറി നോക്കാം. ഇവിടെ മൂട്ടുണ്ടല്ലോ, മൂട്ടുവിൻ്റെ വീട്ടിൽ മൂട്ടുണ്ട്. അപ്പോൾ മൂട്ടോ നിന്നെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂട്ടോ നിൻ്റെ വീട്ടിൽ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചുകൂടെ, എൻ്റെ വയറിൻ്റെ തടിയൊന്ന് കുറക്കാനല്ലേ. അപ്പോൾ ഇനി നോക്കാം. ഇവിടെ അടുത്തവിടെ ഒരു വീടുണ്ടല്ലോ. ഇതാണ് ആ വീട്. ഇതാരെ വീടാ? അതാണ്, അവിടെ ആരുമില്ലേ. ഇവിടെ ഗസീത്താറാമുണ്ട്. അപ്പോൾ ഗസീത്താറാമിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നേരെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ചെന്ന് നോക്കാം. പോലീസ് സ്റ്റേഷൻ ആരെയും കാണുന്നില്ലല്ലോ. അവിടെ നമ്മൾ 10ലുണ്ട്. ഇനി ആരെയും നമ്മൾ കണ്ടുപിടിക്കാൻ ബാക്കി? എല്ലാവരും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളെല്ലാവരും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഈ കളിയിൽ ജയിച്ചത് നമ്മൾ 10ലും, തോറ്റത് നമ്മൾ ചിങ്ങം സാറുമാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർലിൻ്റെ ബൈക്കുണ്ട്. നമുക്ക് ഈ ഹാർലിൻ്റെ ബൈക്ക് ചിങ്ങം സാറിനോട് പറയാം, എല്ലാം ഒന്ന് എടുക്കാം. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ വെറുതെ അതൊന്ന് ഓട്ടി വെക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ